വിജയ് ദേവർകൊണ്ട നായകനായ ഇന്ന് റിലീസായ കിങ്ഡം എന്ന സിനിമയിലെ റിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അച്ഛനും അമ്മയും രണ്ട് ആൺമക്കളും അടങ്ങിയ കുടുംബം. അച്ഛൻ്റെ അമിതമായ മദ്യപാനവും മദ്യപിച്ചു വന്ന അമ്മയെ സ്ഥിരം ഉപദ്രവിക്കുന്നത് കൊണ്ടും മൂത്ത മകൻ അച്ഛനെ കൊന്നിട്ട് നാടുവിടും. ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇളയ മകൻ സൂരി പോലീസ് കോൺസ്റ്റബിളായിട്ട് ജോലിക്ക് പ്രവേശിക്കുകയാണ്. ഒരു വലിയ മിഷന്റെ ഭാഗമായിട്ട് സൂര്യയെ ഇന്ത്യൻ ഗവൺമെന്റ് ശ്രീലങ്കയിലോട്ട് അയക്കുകയാണ്. അവിടുത്തെ ജയിലിൽ വെച്ച് സ്വന്തം ചേട്ടനായ ശിവയെ സൂര്യ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. സിനിമയുടെ ആദ്യ ഭാഗത്തിലോട്ട് വരുമ്പോൾ 1920 ബ്രിട്ടീഷുകാരും അവിടെയുള്ള ആൾക്കാരും തമ്മിലുള്ള യുദ്ധം കാണിക്കുകയും കുറച്ച് ആൾക്കാർ ശ്രീലങ്കയിലോട്ടായി പോകുന്നതും കാണിക്കുന്നുണ്ട്. സിനിമയിലോട്ട് കൂടുതൽ വന്നു കഴിഞ്ഞാൽ സ്പോയിലറായി പോകുമെന്നുള്ളത് കൊണ്ട് കൂടുതൽ കഥയിലോട്ട് കടക്കുന്നില്ല. വിജയുടെ മുൻപിറങ്ങിയ സിനിമകളൊക്കെ വൻപിച്ച പരാജയങ്ങളായതുകൊണ്ട് തന്നെ ഈ സിനിമ എന്തായാലും വിജയിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ നല്ല ബോഡി ട്രാൻസ്ഫോർമേഷനും നന്നായിട്ട് എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ ഈ സിനിമയ്ക്കകത്ത്. പോലീസ് കോൺസ്റ്റബിളായിട്ട് നിൽക്കുന്ന സൂര്യ ശ്രീലങ്കയിലോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അതൊരു ഒന്നൊന്നര ട്രാൻസ്ഫോർമേഷനാണ്. സിനിമാറ്റോഗ്രാഫിയുടെ കാര്യത്തിലായാലും മ്യൂസിക്കിൻ്റെ കാര്യത്തിലായാലും നന്നായിട്ട് സാധനം വർക്കായിട്ടുണ്ട്. ശ്രീലങ്കയിൽ തന്നെ അവിടുത്തെ ഏറ്റവും വലിയ ഗ്യാങ്സ്റ്ററിൻ്റെ മകനായിട്ടാണ് മലയാളത്തിൽ നിന്നുള്ള വെങ്കിടേഷ് ഈ സിനിമയ്ക്കകത്ത് ഒരു ക്യാരക്ടർ അവതരിപ്പിച്ചിരിക്കുന്നത്. വിജയ് ദേവർകൊണ്ടയുടെ ഒപ്പത്തിനൊപ്പം പിടിച്ചു നിൽക്കുന്ന പെർഫോമൻസ് പുള്ളിക്കാരൻ ഇതിനകത്ത് കാഴ്ചവെച്ചിട്ടുണ്ട്. മലയാളത്തിൽ നിന്നും ബാബുരാജേട്ടനും ഈ സിനിമയ്ക്കകത്തൊരു റോള് ചെയ്തിട്ടുണ്ട്. അത് അത്ര വലിയ സുഖമായിട്ട് തോന്നിയില്ല ആ ക്യാരക്ടർ. ഫസ്റ്റ് ഹാഫ് വന്നിട്ട് ചെറിയൊരു ഇഴച്ചിൽ ഫീൽ ചെയ്തെങ്കിലും കഥയിലോട്ട് വരുമ്പോൾ പിന്നെ ലാഗ് ഫീൽ ചെയ്യത്തേയില്ല. ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആണെങ്കിൽ പോലും മസ്റ്റായിട്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാകേണ്ട ഒരു സിനിമ തന്നെയാണ് കിങ്ഡം. ഒരുപാട് എക്സ്പെക്റ്റേഷനും ഹൈപ്പും കൊണ്ട് നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു ഹൈപ്പ് നമുക്ക് ആ സിനിമയ്ക്കകത്ത് കിട്ടിയില്ലെങ്കിൽ നമ്മൾ നെഗറ്റീവ് മാത്രമേ പറയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസ് ഈ സിനിമയ്ക്കകത്ത് വന്നിട്ടുണ്ട്. ജേഴ്സി എന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്ത ഗൗതം തിനൂരിയാണ് ഈ ഒരു സിനിമയും റൈറ്റിങ്ങും ഡയറക്ഷനും നടത്തിയിരിക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി മൂവിയിൽ ഫീൽ ചെയ്തു. എന്തുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കാണുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സിനിമാ കഥകൾ കാണുവാനും കേൾക്കുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.